വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ഖത്തറിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ മക്കളുടെ വെക്കേഷനായിട്ട് ഞങ്ങൾ ഖത്തറിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുവാണ്. ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേദിവസമാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി. ഞങ്ങൾ തനിയെ യൂബറിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ക്രിസ്മസിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. യൂബറൊക്കെ ബുക്ക് ചെയ്ത് 8 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. 12:45 ഞങ്ങളുടെ ഫ്ലൈറ്റ്. പക്ഷേ റോഡിലൊക്കെ ബ്ലോക്ക് ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എത്രയും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ എയർപോർട്ടിൽ എത്താൻ പറ്റി. പിന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന യൂബർ ഡ്രൈവർ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആൾ നമ്മളെ ലഗേജൊക്കെ എടുക്കാനും ഒക്കെ സഹായിച്ചു. അങ്ങനെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം മക്കളൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. അമ്മുവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോയപ്പോൾ ആ സംഭവം അവിടെ നടന്നു. അവർ അനൗൺസ് ചെയ്യുന്നു ഫ്ലൈറ്റ് ഡിലേ ആണ്, ആ ഫ്ലൈറ്റ് അല്ല വേറെ ഫ്ലൈറ്റാണ് വരുന്നതെന്ന്. അങ്ങനെ ഗേറ്റ് വരെ അവർ ചേഞ്ച് ചെയ്തു. മൊത്തത്തിൽ ടൈം എല്ലാം അവിടെ മാറി മറിഞ്ഞു. 12:45 പോകേണ്ട ഞങ്ങളാണ്. അവർ പിന്നെ പറഞ്ഞ് 2 മണിക്കാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന്. പക്ഷേ എല്ലാം മാറി. ആളുകൾ പ്രശ്നമൊക്കെ തുടങ്ങി. 3:15 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പാസഞ്ചേഴ്സിനെല്ലാം ഫുഡ് പ്രൊവൈഡ് ചെയ്തു. ഒത്തിരി ലേറ്റായിട്ട് ഫുഡ് വന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മക്കളെ ഞാൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. എന്തായാലും അവർ നമുക്ക് ഫുഡ് തന്നു. നമ്മളങ്ങനെ വേസ്റ്റ് ചെയ്യാനും പാടില്ല. അങ്ങനെ മക്കളെ നിർബന്ധിച്ചത് അർദ്ധരാത്രിയിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. കാരണം ഓൾറെഡി അവർ ഡിന്നറൊക്കെ കഴിച്ചതായിരുന്നു. പിന്നെ നമ്മൾ 3:15 വരെ കണ്ടിന്യൂസ് വെയിറ്റ് ചെയ്തു. അമ്നു ഉറങ്ങി. പിന്നെ അമ്നു എഴുന്നേറ്റ് ആകെ ബഹളം എല്ലാം ആയപ്പോഴാണ് ഫ്ലൈറ്റിൽ നമ്മൾ കയറിയത്. ഒത്തിരി ലേറ്റായി പോയതുകൊണ്ട് തന്നെ മക്കളും ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡായി പോയി. ഏകദേശം 3:15 കഴിഞ്ഞപ്പോഴാണ് പിന്നീട് നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മൊത്തത്തിൽ ടൈം മാറി. നമ്മൾ ഖത്തറിൽ അവരോടും വിളിച്ച് പറഞ്ഞു നമ്മൾ വരാൻ ലേറ്റാവും, വെയിറ്റ് ചെയ്യണ്ട, എല്ലാവരും ഉറങ്ങിക്കോ. അപ്പോൾ ബ്രദറും വരുന്നുണ്ടായിരുന്നു, നമ്മളെ പിക്ക് ചെയ്യാൻ ഹസ്ബൻഡും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ടൈമെല്ലാം മാറി. നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഖത്തറിലെത്തിയത്. അങ്ങനെ നമ്മൾ എന്തായാലും ഫ്ലൈറ്റൊക്കെ ക്യാൻസലായെങ്കിലും നമ്മൾ ഖത്തറിൽ കറക്റ്റായിട്ട് കുറച്ച് ലേറ്റായെങ്കിലും എത്താൻ പറ്റി. അങ്ങനെ നേരെ എയർപോർട്ടിലെത്തി. ലഗേജ് എല്ലാം കളക്ട് ചെയ്ത്. ആദ്യമെല്ലാം ഭയങ്കര ഉറക്കമായിരുന്നു. വാപ്പീനെയും മമ്മച്ചിനെയൊക്കെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ത്രില്ലിൽ ചാടി എഴുന്നേറ്റു. ഉറക്കമൊക്കെ മാറിയിട്ട് അമ്നും ഭയങ്കര പ്രശ്നമായിരുന്നു ഫ്ലൈറ്റിൽ. മൊത്തത്തിൽ ആകെ പ്രശ്നമായിപ്പോയി. ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി. നെക്സ്റ്റ് ഫ്ലൈറ്റ് ഒരുപാട് ടൈം ഡിലേ ചെയ്യേണ്ടി വന്നു. എന്തായാലും ഖത്തറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എയർപോർട്ടിൽ ബ്രദറിനെ ഇക്കാനെയൊക്കെ മീറ്റ് ചെയ്തു. മക്കളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതുമെല്ലാം വാപ്പിനോട് വന്ന കഥകളും വിശേഷങ്ങളും ഒക്കെ പറയുന്ന ഒരു സന്തോഷത്തിലായിരുന്നു. ഞാനും അമ്നും ലാസ്റ്റ് ഓണത്തിൻ്റെ വെക്കേഷനാണ് ഖത്തറിൽ വന്നിട്ട് തിരിച്ചു പോയത്. ആ ടൈമിൽ നമ്മുടെ കൂടെ ആദ്യമെല്ലാം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്രാവശ്യം വന്നപ്പോൾ. പിന്നെ വിൻ്ററും കൂടി ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റിലാണ് രണ്ടുപേരും ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു ഇവിടെ. അപ്പോൾ ഉമ്മ നേരെ ബ്രദറിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഇക്കാക്ക് ഓഫീസിലൊക്കെ പോകാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.